everyone, welcome to a new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം വിൽ എന്നുള്ളത് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ, അതായത് ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ വില്ല് യൂസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമുക്ക് എന്തെങ്കിലും ഡെസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വില്ല് യൂസ് ചെയ്യാം. ഡെസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തീരുമാനം. ഓക്കെ, തീരുമാനങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വില്ല് യൂസ് ചെയ്യാം. എന്തെങ്കിലും പ്രോമിസസ് അല്ലെങ്കിൽ ഹെൽപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്ത് തരാം, ഞാനിങ്ങനെ ചെയ്യും, ഞാനത് പറയും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതുപോലെ എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കാൻ, എന്തെങ്കിലും പ്രോമിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സത്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. അതുപോലെ നമുക്കറിയാം ഭാവിയെക്കുറിച്ച് എന്ത് പറയാനും നമ്മൾ വില്ല് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അവിടെ പോകും, ഞാൻ അവളെ കാണും, ഞാൻ ഇന്ന ഡേയിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യും എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിലും നമ്മൾ വില്ല് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പ്രെഡിക്ഷൻസ്, പ്രവചിക്കാൻ വേണ്ടിയിട്ട് അവൻ നാളത്തെ പരീക്ഷ അവൻ ജയിക്കും, നാളെ ഇന്ന ടീം അവിടെ പ്രസൻറ്റ് ആയിരിക്കും, ഇങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ടല്ലേ, പ്രവചിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വില്ല് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത് റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്ന് ചെയ്യാമോ, ഇങ്ങനെ വരാമോ, ഇവിടെ ഒന്ന് ഇരിക്കാമോ, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ് ചോദിക്കുന്ന സമയത്ത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വില്ല് ഉപയോഗിക്കാം. അതുപോലെ റെഫ്യൂസൽ എന്താണ്? നമ്മളത് ചെയ്യില്ല, പറയില്ല, പോകില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടും വിസമ്മതിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വില്ല് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വില്ല് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഡെസിഷൻസ് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ വില്ല് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാനൊരു വീട് വാങ്ങും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയാ? ഐ വിൽ വാങ്ങുക എന്നുള്ളതിന് ബൈ. I will buy a house. ഞാനൊരു വീട് വാങ്ങും. I will buy a house. ഞാനത് അവനോട് പറയും. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? I will say him ആണോ tell him ആണോ? അത് എന്ന് പറയാൻ നമ്മൾ that എന്ന് യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ആരോടാണ് പറയുന്നത് എന്ന് എടുത്തു പറയുന്നില്ലെങ്കിൽ നമുക്ക് സേ എന്ന് യൂസ് ചെയ്യാം. അല്ല, ഒരു ഇന്ന വ്യക്തിയോടാണ് പറയുന്നതെന്ന് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ടെൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഐ വിൽ ടെൽ ഹിം ദാറ്റ്, ഞാനത് അവനോട് പറയും. ഐ വിൽ ടെൽ ഹിം ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എൻ്റെ ഫോൺ ഞാൻ വിൽക്കും. എങ്ങനെയാണ് നമ്മൾ പറയാ? ഐ വിൽ സെൽ, ഞാൻ വിൽക്കും. ഐ വിൽ സെൽ മൈ ഫോൺ, എൻ്റെ ഫോൺ ഞാൻ വിൽക്കും. ഐ വിൽ സെൽ മൈ ഫോൺ. നെക്സ്റ്റ് വൺ, അവന്തിക നാളെ വരും. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? അവന്തികയുടെ ഒരു തീരുമാനമാണ്, അവന്തിക നാളെ വരും, ഒരു തീരുമാനമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? അവന്തിക വിൽ കം ടുമോറോ. അവന്തിക വിൽ കം ടുമോറോ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്താ നോക്കിയേ? ഞാനൊരു വീട് വാങ്ങും. ഐ വിൽ ബൈ എ ഹൗസ്, ഞാനത് അവനോട് പറയും. ഐ വിൽ ടെൽ ഹിം ദാറ്റ്. എൻ്റെ ഫോൺ ഞാൻ വിൽക്കും. ഐ വിൽ സെൽ മൈ ഫോൺ. അവന്തിക നാളെ വരും. അവന്തിക വിൽ കം ടുമോറോ. നെക്സ്റ്റ് നമുക്ക് പ്രോമിസസ് ഓർ ഹെൽപ്പ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ വില്ല് യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ പ്രോമിസസ് ഓർ ഹെൽപ്പ് എങ്ങനെ പറയാമെന്നുള്ളതാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഞാൻ നാളെ സത്യം വെളിപ്പെടുത്തും. ഒരു പ്രോമിസ് നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? ഐ വിൽ യൂസ് ചെയ്യണം അല്ലേ. ഇനി വെളിപ്പെടുത്തുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് റിവീൽ എന്നാണ്. എന്താ വാക്ക് യൂസ് ചെയ്യുന്നത്? റിവീൽ. ഐ വിൽ റിവീൽ. സത്യം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ദ ട്രൂത്ത് എന്നാണ് ആഡ് ചെയ്യുന്നത്. ട്രൂത്ത് അല്ല, ദ ട്രൂത്ത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അത് ദ എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐ വിൽ റിവീൽ ദ ട്രൂത്ത്. നാളെ, ടൈം എപ്പോഴും നമ്മൾ ഒരു സെൻറ്റൻസിൽ അവസാനമാണ് ആഡ് ചെയ്യുന്നത്, ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സോ ഐ വിൽ റിവീൽ ദ ട്രൂത്ത് ടുമോറോ. ഇനി നമുക്ക് ഹെൽപ്പ് പറയാൻ വേണ്ടിയിട്ടും വില്ല് യൂസ് ചെയ്യാം. എങ്ങനെയാണ് യൂസ് ചെയ്യുക? ഞാൻ നിന്നെ സഹായിക്കും. എങ്ങനെയാണ് പറയുക? ഐ വിൽ ഹെൽപ്പ് യു. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കും.
അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്കൊരു സഹായം ഓഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയാണ് ഐ വിൽ ഡു ദാറ്റ് ഫോർ യു, ഞാനത് നിനക്ക് ചെയ്തു തരാം. ഐ വിൽ ഡു, ഞാൻ ചെയ്യാം, ദാറ്റ് ഫോർ യു, അത് നിനക്ക് വേണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വില്ലാണ് യൂസ് ചെയ്തത്. അത് ഞാൻ ഭാവിയിൽ ചെയ്യും എന്നുള്ളൊരു കാര്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനത് നിനക്ക് വേണ്ടി ചെയ്തു തരാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, ഹെൽപ്പ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇവിടെ വില്ല് യൂസ് ചെയ്യാം. ഞാൻ നിൻ്റെ ബാഗ് ക്യാരി ചെയ്യാം. അപ്പോൾ അത് ഭാവിയിൽ ഞാൻ നിൻ്റെ ബാഗ് ഒരു ദിവസം ക്യാരി ചെയ്യും എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളൊരു ഹെൽപ്പ് പറയുകയാണല്ലേ, ഇത് ഞാൻ ചെയ്തോളാം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഐ വിൽ ക്യാരി യുവർ ബാഗ്. ഞാൻ നിൻ്റെ ബാഗ് ക്യാരി ചെയ്യും. ഐ വിൽ ക്യാരി യുവർ ബാഗ്. ഇനി ഞാൻ സ്റ്റേ ചെയ്യും. ഐ വോണ്ട് ലീവ്. ഞാൻ ലീവ് ചെയ്യില്ല, ഞാനിവിടെ സ്റ്റേ ചെയ്യും, ഞാനിവിടെ നിൽക്കും, ഞാൻ നിൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഐ വിൽ സ്റ്റേ. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പ്രോമിസ്. ഐ വിൽ സ്റ്റേ, ഞാൻ സ്റ്റേ ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ നോക്കാം. ഞാൻ നാളെ സത്യം വെളിപ്പെടുത്തും. ഐ വിൽ റിവീൽ ദ ട്രൂത്ത് ടുമോറോ. ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിൻ്റെ ബാഗ് ക്യാരി ചെയ്യാം. ഐ വിൽ ക്യാരി യുവർ ബാഗ്. ഞാൻ സ്റ്റേ ചെയ്യും. ഐ വിൽ സ്റ്റേ. അപ്പോൾ പ്രോമിസസും ഹെൽപ്പൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് വില്ല് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ഇനി നമ്മൾ സാധാരണ ഫ്യൂച്ചറൊക്കെ പറയാൻ വേണ്ടിയിട്ട് വില്ല് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള സെൻറ്റൻസസ് നമുക്ക് അറിയുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് പ്രെഡിക്ഷൻസിലേക്ക് പോവാം. നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെ വില്ല് യൂസ് ചെയ്യാം നോക്കാം. അതുൽ ഡൽഹിയിലേക്ക് പോകും. ഭാവിയിലുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെ പറയാം? അതുൽ വിൽ ഗോ ടു ഡൽഹി എന്ന് പറയാം. ഇനി അവൻ ഡൽഹിയിലേക്ക് താമസമൊക്കെ മാറുകയാണെങ്കിൽ നമുക്ക് മൂവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അതുൽ വിൽ മൂവ് ടു ഡൽഹി. പ്ലേസ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുൽ വിൽ മൂവ് ടു ഡൽഹി. അപർണ ജോലി മാറും. അപ്പോൾ ഇങ്ങനെ പറയാം, അപർണ വിൽ ഷിഫ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറയുക അല്ലേ. ജോലി ഷിഫ്റ്റ് ചെയ്യും. അപർണ വിൽ ഷിഫ്റ്റ് ഹർ ജോബ്. അഖിൽ ഭക്ഷണം ഉണ്ടാക്കും. എങ്ങനെയാ പറയാ? അഖിൽ വിൽ, ഒന്നെങ്കിൽ നമുക്ക് കുക്ക് ഫുഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ ഫുഡ് എന്ന് എഴുതാം. അഖിൽ വിൽ പ്രിപ്പയർ. ഭക്ഷണം എന്നുള്ളതിന് നമ്മൾ ഫുഡ് എന്നാണ് പറയാറുള്ളത്, ഫുഡ്. സോ അഖിൽ വിൽ പ്രിപ്പയർ ഫുഡ്. മിഥുൻ അവനോട് പറയും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറിയാം. അപ്പോൾ എല്ലാവരും പോസ് ചെയ്തിട്ട് കോമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. എങ്ങനെയാ പറയാ നമ്മൾ? മിഥുന വിൽ സേ ആണോ ടെൽ ആണോ? ടെൽ ഹിം. മിഥുന വിൽ ടെൽ ഹിം. മിഥുന അവനോട് പറയും. സോ നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അതുൽ ഡൽഹിയിലേക്ക് പോകും. അതുൽ വിൽ മൂവ് ടു ഡൽഹി, അല്ലെങ്കിൽ ഗോ ടു ഡൽഹി, ഷിഫ്റ്റ് ടു ഡൽഹി എന്നൊക്കെ നമുക്ക് പറയാം. അപർണ ജോലി മാറും. അപർണ വിൽ ഷിഫ്റ്റ് ഹർ ജോബ്. നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പം നമ്മളിവിടെ ഒരു ഹെർ ആണോ ആരുടെ ആണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. മലയാളത്തിൽ നമുക്ക് അപർണ അവളുടെ ജോലി മാറും എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി അണ്ടർസ്റ്റുഡ്. പക്ഷേ ഇംഗ്ലീഷിലാവുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇത് എഴുതണം, ഒരു പ്രൊനൗൺ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ. അഖിൽ ഭക്ഷണം ഉണ്ടാക്കും. അഖിൽ വിൽ പ്രിപ്പയർ ഫുഡ്. മിഥുന അവനോട് പറയും. മിഥുന വിൽ ടെൽ ഹിം. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് വിൽ ഉപയോഗിച്ചിട്ട് പ്രവചിക്കാൻ പഠിക്കാൻ പോവാണ് കേട്ടോ. നമ്മളിനി പ്രവചനങ്ങൾ പറയുമ്പോൾ വില്ല് ഉപയോഗിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ, നാളെ മഴ പെയ്യും എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര ഉറപ്പുള്ളൊരു കാര്യമല്ല നാളെ മഴ പെയ്യോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ പ്രവചിക്കാറുണ്ട്, ഇറ്റ്സ് വെരി ക്ലൗഡി ആൻഡ് ഓൾ, സോ നാളെ ഒരു മഴ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ വിൽ ഉപയോഗിക്കാം. എങ്ങനെയാണ് പറയുക? ഇറ്റ് വിൽ റെയിൻ. മഴ പെയ്യും, ഇറ്റ് വിൽ റെയിൻ. നാളെ എന്ന് പറയാനായിട്ടാണ് നമ്മൾ ടുമോറോ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ എന്തുകൊണ്ടാണ് ഇറ്റ് ഉപയോഗിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ മഴ എന്നുള്ളതിനും റെയിൻ എന്നാണ് പറയുന്നത്, മഴ പെയ്യുക എന്നുള്ളതിനും നമ്മൾ റെയിൻ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ റെയിൻ വിൽ റെയിൻ ടുമോറോ എന്ന് പറയുമ്പം അവിടെ റെപ്പിറ്റേഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഇവിടെ ഇറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെയിൻ വിൽ ഇറ്റ് ടുമോറോ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇറ്റ് വിൽ റെയിൻ ടുമോറോ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, അനിലിൻ്റെ ടീം വിജയിക്കും. അപ്പോൾ നമ്മളിതാ പ്രഡിക്ഷൻസ് ആണ് നോക്കുന്നത് കേട്ടോ.
അനിലിൻ്റെ ടീം വിജയിക്കും, നീ നോക്കിക്കോ അവൻ്റെ ടീമായിരിക്കും ജയിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പറയാ? അനിലിൻ്റെ എന്ന് പറയാൻ അനിൽ അപ്പസ്ട്രോഫി എസ്, അനിലിൻ്റെ, അനിൽസ് ടീം വിജയിക്കും. അപ്പം എങ്ങനെയാ പറയാ? വിൽ വിൻ, അനിൽസ് ടീം വിൽ വിൻ. അവർ പരിപാടി മാറ്റിവെക്കും. അവർ എന്ന് പറയാൻ ദേ വിൽ, അവർ ചെയ്യും. ദേ വിൽ മാറ്റിവെക്കുക, ഒരു ഡേറ്റിൽ നിന്ന് മാറ്റി വേറൊരു ഡേറ്റിലേക്ക് ആക്കുന്നതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ പോസ്റ്റ്പോൺ എന്ന് പറയുന്നത്. സോ ദേ വിൽ പോസ്റ്റ്പോൺ പരിപാടി, ദ പ്രോഗ്രാം. ദേ വിൽ പോസ്റ്റ്പോൺ ദ പ്രോഗ്രാം. ഇനി കമ്പനി പുതിയ പ്ലാൻസ് കൊണ്ടുവരും. എങ്ങനെയാ പറയാ? ദ കമ്പനി കൊണ്ടുവരിക എന്നുള്ളതിന് നമുക്ക് ബ്രിങ് എന്ന് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ പുതിയ പദ്ധതികളൊക്കെയാണ് കൊണ്ടുവരുന്നത്, അപ്പോൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയാം അല്ലേ? അപ്പോൾ ദ കമ്പനി വിൽ ഇൻട്രൊഡ്യൂസ് പുതിയ പ്ലാനുകൾ, അപ്പോൾ ന്യൂ പ്ലാൻസ് എന്ന് പറയാം. ദ കമ്പനി വിൽ ഇൻട്രൊഡ്യൂസ് ന്യൂ പ്ലാൻസ്. അപ്പോൾ നാളെ മഴ പെയ്യും, ഇറ്റ് വിൽ റെയിൻ ടുമോറോ. അനിലിൻ്റെ ടീം വിജയിക്കും, അനിൽസ് ടീം വിൽ വിൻ. അവർ പരിപാടി മാറ്റിവെക്കും, ദേ വിൽ പോസ്റ്റ്പോൺ ദ പ്രോഗ്രാം. കമ്പനി പുതിയ പ്ലാൻസ് കൊണ്ടുവരും, ദ കമ്പനി വിൽ ഇൻട്രൊഡ്യൂസ് ന്യൂ പ്ലാൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളിനി റിക്വസ്റ്റ് എങ്ങനെ പറയാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. റിക്വസ്റ്റ് എങ്ങനെ വില്ല് യൂസ് ചെയ്ത് പറയാം എന്നുള്ളതാണ്. സോ റിക്വസ്റ്റ് ആവുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു സെൻറ്റൻസിൻ്റെ ഫേസ്റ്റിലാണ് വില്ല് എഴുതേണ്ടത്. കുറച്ച് നീങ്ങുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സോ നമുക്ക് ചോദിക്കാം വിൽ യു. നമുക്ക് പൊലൈറ്റായിട്ട് സൗണ്ട് ചെയ്യണമെങ്കിൽ പ്ലീസ് എന്നുള്ളത് ആഡ് ചെയ്യാം. വിൽ യു പ്ലീസ് മൂവ്. കുറച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എ ബിറ്റ് എന്ന് ചോദിക്കാം. വിൽ യു പ്ലീസ് മൂവ് എ ബിറ്റ്, അല്ലെങ്കിൽ വിൽ യു മൂവ് എ ബിറ്റ് എന്നും ചോദിക്കാം. ഈ വില്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് പറയുന്ന സമയത്ത് അത് ലെസ് പൊലൈറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രണ്ട്ലി സെറ്റിങ്സിലോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമലൊക്കെ ആയിട്ടുള്ള സെറ്റിങ്ങിലാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. ഒരു ഓഫീസ് സെറ്റിംഗ് ആണ്, നമുക്കൊരു കുറച്ച് പൊലൈറ്റായിട്ട് സൗണ്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ വില്ലല്ല യൂസ് ചെയ്യുക, വുഡ് അല്ലെങ്കിൽ കുഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് വിൽ എന്നുള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്യാൻ എന്നുള്ളതും യൂസ് ചെയ്യാം. ക്യാൻ യു പ്ലീസ് മൂവ് എ ബിറ്റ് എന്ന് നമുക്ക് ചോദിക്കാം, വിൽ യു പ്ലീസ് മൂവ് എ ബിറ്റ് എന്നും ചോദിക്കാം. ഈക്വലി റൈറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, അവളുടെ അടുത്ത് എന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ ചോദിക്കാം, വിൽ യു ഇൻട്രൊഡ്യൂസ് മീ, നീ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ടു ഹർ, അവളുടെ അടുത്ത്. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു ഹർ? ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ് അല്ല, ക്വസ്റ്റ്യൻ മാർക്കാണ്. സിൻസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് അല്ലേ, നമ്മൾ എല്ലാ കാര്യവും റിക്വസ്റ്റ് ചെയ്യാണ്, ചോദിക്കുകയാണ് ചെയ്തു തരുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പൊലൈറ്റ് ആവണമെങ്കിൽ ഇവിടെ പ്ലീസ് എന്ന് ആഡ് ചെയ്യാം കേട്ടോ. വിൽ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് മീ ടു ഹർ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി നീ എനിക്കൊരു ഷർട്ട് വാങ്ങി തരാമോ? എങ്ങനെയാണ് ചോദിക്കുക? വിൽ യു ബൈ, നീ വാങ്ങുമോ? വിൽ യു ബൈ മീ, നീ എനിക്ക് വാങ്ങുമോ? എ ഷർട്ട്, ഒരു ഷർട്ട്. വിൽ യു ബൈ മീ എ ഷർട്ട്, നീ എനിക്കൊരു ഷർട്ട് വാങ്ങുമോ? നെക്സ്റ്റ് വൺ, നീ അത് ചെയ്യുമോ? വളരെ സിമ്പിൾ അല്ലേ, നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാൻ നോക്കിക്കേ. എങ്ങനെയാണ് ചോദിക്കുക? വിൽ യു ബൈ ദാറ്റ്, നീ അത് വാങ്ങുമോ? വിൽ യു ബൈ ദാറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് നീങ്ങുമോ എന്ന് ചോദിക്കാൻ വിൽ യു പ്ലീസ് മൂവ് എ ബിറ്റ് എന്ന് ചോദിക്കാം. അവളുടെ അടുത്ത് എന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു ഹർ? വിൽ യു ബൈ മീ എ ഷർട്ട്, നീ എനിക്കൊരു ഷർട്ട് വാങ്ങുമോ? വിൽ യു ബൈ ദാറ്റ്, സോറി വിൽ യു ചെയ്യുമെന്നാണല്ലേ, വിൽ യു ഡൂ ദാറ്റ്, റിയലി സോറി, വിൽ യു ഡൂ ദാറ്റ്, നീ അത് ചെയ്യുമോ? ഇനി നമുക്ക് റെഫ്യൂസലിന് വേണ്ടിയിട്ട് എങ്ങനെ വില്ല് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ അത് പറ്റില്ല, ചെയ്യില്ല, വേണ്ട, പറയില്ല, ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വില്ല് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ അവളെ സഹായിക്കില്ല, ഞാൻ അവളെ സഹായിക്കും എന്ന് പറയണമെങ്കിൽ ഐ വിൽ ഹെൽപ്പ് ഹർ, നമുക്കറിയാം. പക്ഷെ സഹായിക്കില്ല എന്നായതുകൊണ്ട് ഐ വിൽ നോട്ട് ഹെൽപ്പ് ഹർ. ഈ വിൽ നോട്ട് എന്നുള്ളത് ഷോർട്ടായിട്ട് നമുക്ക് വോണ്ട് എന്ന് എഴുതാം. ഐ വോണ്ട് ഹെൽപ്പ് ഹർ, ഞാൻ അവളെ സഹായിക്കില്ല. നാളെ മഴ പെയ്യും എന്ന് പറയാൻ ഇറ്റ് വിൽ റെയിൻ ടുമോറോ.
അല്ലേ? നമ്മൾ നേരത്തെ സെൻറ്റൻസിൽ പഠിച്ചു നാളെ മഴ പെയ്യും, ഇറ്റ് വിൽ റെയിൻ ടുമോറോ. നാളെ മഴ പെയ്യില്ല, ഇറ്റ് വോണ്ട് റെയിൻ ടുമോറോ. ഇറ്റ് വോണ്ട് റെയിൻ ടുമോറോ. ഇറ്റ് വോണ്ട് റെയിൻ ടുമോറോ. അവൻ ആരോടും സംസാരിക്കില്ല, എങ്ങനെയാ പറയാ? ഹീ വോണ്ട്, അവൻ ചെയ്യില്ല. ഹീ വോണ്ട് ടോക്ക് ടു ആരോടും, എങ്ങനെയാ പറയാ? എനി വൺ. ഹി വോണ്ട് ടോക്ക് ടു എനി വൺ, അവൻ ആരോടും സംസാരിക്കില്ല. ഞാൻ വോളിയം കുറയ്ക്കില്ല, എങ്ങനെയാ പറയാ? ഐ വോണ്ട്. വോളിയം കുറയ്ക്കുക എന്നുള്ളതിന് നമ്മൾ ടേൺ ഡൗൺ എന്നാണ് പറയാ. ഐ വോണ്ട് ടേൺ ഡൗൺ ദ വോളിയം. ഓക്കെ, ഐ വോണ്ട് ടേൺ ഡൗൺ ദ വോളിയം. ഞാൻ അവളെ സഹായിക്കില്ല, ഐ വോണ്ട് ഹെൽപ്പ് ഹർ. നാളെ മഴ പെയ്യില്ല, ഇറ്റ് വോണ്ട് റെയിൻ ടുമോറോ. അവൻ ആരോടും സംസാരിക്കില്ല, ഹി വോണ്ട് ടോക്ക് ടു എനി വൺ. ഞാൻ വോളിയം കുറയ്ക്കില്ല, ഐ വോണ്ട് ടേൺ ഡൗൺ ദ വോളിയം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? വില്ല് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദർ ഇസ് എൻ അനൗൺസ്മെൻറ്റ് ദറ്റ് ഐ ഹാവ് ടു മേക്ക്. നമ്മൾ ഗൂഗിൾ മീറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. May 10th നമ്മളുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പണ്ട് ഗൂഗിൾ മീറ്റ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബ്രേക്കിന് ശേഷം വി ആർ സ്റ്റാർട്ടിങ് ഇറ്റ് അഗൈൻ. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കണ്ട് ഇൻട്രാക്ട് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ഗൂഗിൾ മീറ്റ് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ എവ്രി വൺ.